Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഐഫോണിൽ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ പഴയ നോക്കിയ മൊബൈലുകൾ തൊട്ടേ ഉപയോഗിക്കുന്ന കാലം തൊട്ടേ നമ്മൾ നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ നല്ല 4K HD ക്വാളിറ്റിയിലുള്ള മില്യണിലധികം ഇമേജുകൾ മീൻസ് നല്ല വാൾപേപ്പറുകൾ, അതുപോലെ തന്നെ മില്യണിലധികം റിംഗ് ടൂണുകൾ, വ്യത്യസ്ത കാറ്റഗറികൾ, വ്യത്യസ്ത ലാംഗ്വേജുകളിൽപ്പെട്ട മില്യണിലധികം MP3 പാട്ടുകൾ മീൻസ് റിംഗ് ടൂണുകൾ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടൂണുകൾ, ഗെയിമുകൾ, ലൈവ് വാൾപേപ്പറുകൾ ഒക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത്, ഈ ഒരു സിമ്പിൾ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഐഫോൺ എന്ന സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നും നോക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. തുടർന്നും നല്ല അറിവുകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം. ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നും ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേംസ് ആൻഡ് സർവീസുകൾ വേണമെങ്കിൽ വായിച്ചു നോക്കാം. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിതിൻ്റെ ഹോം പേജിലേക്ക് എത്തിപ്പെടും. ഇവിടെ വാൾപേപ്പർ, വീഡിയോ വാൾപേപ്പറുകൾ, റിംഗ് ടൂണുകൾ, അങ്ങനെ കുറേ കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സെക്ഷൻ വാൾപേപ്പറാണ്. അതിൽ ഫീച്ചർഡ് ഇമേജ്, അതുപോലെ തന്നെ ഇവിടെ റീസെൻ്റ് ഇമേജ്, പോപ്പുലർ ഇമേജ് എന്ന രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനും മുകളിലായിട്ട് അവൈലബിൾ ആണ്. ഇവിടെ കാറ്റഗറീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറികൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ വേണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മോഹൻലാൽ എന്ന് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ നല്ല HD ക്വാളിറ്റിയിലുള്ള വാൾപേപ്പറുകൾ, അവയെ സംബന്ധിച്ചിട്ടുള്ള റിംഗ് ടൂണുകൾ ഉണ്ടെങ്കിൽ അവ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. മറ്റേതെങ്കിലും മലയാളം നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1407 വാൾപേപ്പറുകൾ, 2306 റിംഗ് ടൂണ്, 121 നോട്ടിഫിക്കേഷൻ, 24 ഗെയിമുകൾ, ഇതൊക്കെ മലയാളം എന്നുള്ള ഈ ടാഗിൽ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ ടാഗിലും അവൈലബിൾ ആയിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ പ്രീമിയം എന്നുള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവം ഏതാണോ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ സെറ്റ് എന്നുള്ള ഭാഗം കാണാം, അതുപോലെ തന്നെ മോഡിഫൈ എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും. സെറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ്, നമ്മുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാൾപേപ്പർ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കാം, എൻ്റെ മൊബൈലിൻ്റെ വാട്സപ്പ് ഡയറക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഈ കാറ്റഗറിയിൽ പെടുന്നതൊക്കെ നമുക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഭാവന എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പം നമുക്ക് 48 വാൾപേപ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഭാവന എന്നുള്ള ടാഗിൽ നമുക്ക് 48 വാൾപേപ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് നമുക്കത് ജസ്റ്റ് ഇതുപോലെ മോഡിഫൈ ചെയ്യുവാനും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുവാനും ഫേവറേറ്റ് ലിസ്റ്റ് പെടുത്തുവാനൊക്കെ സാധിക്കും. ഇവിടെ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാൾപേപ്പറായിട്ട് മാറുന്നതാണ്. നമ്മുടെ വാൾപേപ്പറായിട്ട് അത് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നല്ല HD ക്വാളിറ്റിയിലുള്ള വാൾപേപ്പറുകളാണ് ഇത് പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് റിംഗ് ടൂൺസ് എന്നുള്ള സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് നേരത്തെ വാൾപേപ്പറിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് റിംഗ് ടൂണുകൾ കാണുവാനായിട്ട് സാധിക്കും. താഴേക്ക് നോക്കുന്നതനുസരിച്ച് ഒരുപാട് റിംഗ് ടൂണുകൾ കാണാം. അതുപോലെ തന്നെ അതും കാറ്റഗറൈസ് ചെയ്തിരിക്കാൻ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതും ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം. അതിലും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള റിംഗ് ടൂണുകളും നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളവ ജസ്റ്റ് ഇതുപോലെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അലാറം സൗണ്ട്, നോട്ടിഫിക്കേഷൻ സൗണ്ട്, കോൺടാക്ട് റിംഗ് ടൂൺ, അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി റിംഗ് ടൂൺ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മുകളിലുള്ള 3 ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിവൈസ് സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഐറ്റം ഡൗൺലോഡർ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ലൈവ് വാൾപേപ്പറുകൾ വേണമെങ്കിൽ വീഡിയോ വാൾപേപ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വാൾപേപ്പറുകൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിംസും അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. മലയാളം ഉള്ള കാറ്റഗറി എല്ലാം നമുക്ക് ഇതിനകത്തും പെടുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ദയവായിട്ട് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് ഐഫോണിലും ആൻഡ്രോയിഡിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.